ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും വ്യൂ ഫൈൻഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബാഗൊക്കെ പിടിച്ച് ഇതൊക്കെ വെച്ച് ഇവിടെ എന്താണ് പാടത്ത് വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിലെ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു റോഡാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. അപ്പോൾ ഈ റോഡിലെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ ചാനലിന് ഒരു തീം മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് എനിക്ക് ചെയ്തു തന്നത്, അതായത് ഞാൻ ഹൃദയരാഗം എന്ന് പറയുന്ന ഒരു ചാനലിൽ അദ്ദേഹം ഒരു വർക്ക് ചെയ്ത് കാണുകയും പിന്നീട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അത് ചെയ്തു തന്ന സജി മാർക്കോസിനും അതോടൊപ്പം തന്നെ ഹൃദയരാഗത്തിലെ ജിതിൻ ബ്രോ, അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഞാൻ കണ്ടിട്ടാണ് ഈ നമ്പർ എടുത്ത് സജി മാർക്കോസിനെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ഇവർ രണ്ടുപേരോടുമുള്ള ഒരു നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വ്യൂ ഫൈൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതല്ല, ഇതിന്റെ അപ്പുറവും ചാടിക്കിടക്കുന്നവനാണ് ഈ ശ്രീനിക്കുന്നി. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സമയം ഏതാണ്ട് 4:20 ഞാനിപ്പോൾ കുറച്ച് നേരം മാത്രമേ ഉറങ്ങിയുള്ളൂ. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ. അതുകൊണ്ട് എന്തെങ്കിലും ഞാൻ കോട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഫുൾ മറ്റേ കോട്ടില്ല, ഇത് സാധാരണ കോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും കോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം മഴയൊന്ന് മാറി നിൽക്കുവാണ്, നമുക്ക് എന്തായാലും ഇറങ്ങാം. 4:30 നമ്മുടെ മെട്രോ നഗരമായ കൊച്ചി ഉണർന്ന് വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ നമ്മൾ വൈറ്റില ആകാറായിട്ടുണ്ട്. വൈറ്റില ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ശരിക്കും അങ്ങ് ഡാർക്കായി സീന്. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി നഗരം ഉണർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ വൈറ്റില കഴിഞ്ഞു. അപ്പോൾ ഇങ്ങോട്ടൊന്നും വഴിക്ക് വെട്ടമൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുക്കാൻ കാഴ്ചകളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അതുപോലെ തന്നെ NH പണി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ബ്ലോക്കൊക്കെ ആയിരിക്കും. എങ്കിലും നമ്മൾ ആലപ്പുഴ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസുകൾ കാണിച്ചു തരാം. നാഷണൽ ഹൈവേയുടെ അവസ്ഥയെ ഒരൊറ്റ ലൈറ്റില്ല. അങ്ങ് ദൂരെ കാണുന്ന ട്രാഫിക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആ വൈറ്റിലേക്ക് വന്നപ്പോഴും. വൈറ്റില വരുന്നിടം വരെയും കൊച്ചി സിറ്റിയിൽ വെട്ടം ഇല്ലായിരുന്നു. വൈറ്റിലയിൽ കുറച്ച് വെട്ടമുണ്ട്. പക്ഷേ അങ്ങോട്ട് നോക്കി മൊത്തം ഡാർക്ക് സീനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വീഡിയോ എടുത്താൽ കിട്ടത്തില്ല എന്നുള്ളത്. ഞാനിങ്ങനെ പറയുമ്പോഴും നാഷണൽ ഹൈവേയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി കഴിഞ്ഞ് കഴിയുമ്പം തകർപ്പ റോഡായിരിക്കും. പക്ഷേ അതുവരെ നമ്മൾ ഇത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ മാറി ഇച്ചിരി വെട്ടമുള്ള സ്ഥലത്തോട്ട് നിന്നു. ഇനി നമുക്ക് ഈ കോട്ടൊക്കെ എടുത്തൊന്ന് ബാഗിൽ വെക്കണം. അത് കോട്ടിങ് ഇരിക്കുന്നുണ്ട്. ഈ ടൈപ്പ് കോട്ട് ഭയങ്കര പ്രശ്നമാണ്, റെയിൻകോട്ട്. ഇത് കാറ്റ് നല്ലപോലെ പിടിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും ബാക്കിലുള്ള വണ്ടികൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവനെ ഒന്ന് എടുത്ത് നമുക്ക് ബാഗിലേക്ക് അങ്ങ് വെച്ചേക്കാം. ഇതേ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. കാരണം രാത്രി പോലും ഇതിലേ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. വെളുപ്പിനെ അനുഭവപ്പെടുന്ന ബ്ലോക്കാണ്. നിങ്ങൾ ആലോചിച്ചോണം, പകലൊന്നുമല്ല, വെളുപ്പാങ്കാലത്ത് അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു കാരണവശാലും ഈ പണി കഴിയുന്നിടം വരെ ആരും ഈ റോഡ് തിരഞ്ഞെടുക്കണ്ട. രാത്രി ഇതാണ് അവസ്ഥയെങ്കിൽ പകലെന്തുമായിരിക്കും എന്നൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. NH മാത്രം എല്ലാവരും വിട്ടുകൊടുക്കുക. NH വഴി മുന്നോട്ട് പോയില്ല കേട്ടോ. ഞാനിപ്പോൾ തുറവൂരിൽ നിന്ന് തിരിഞ്ഞ് മാറിപ്പോവാണേ. ഒരു രക്ഷയില്ല, കുറേയേറെ സമയം പോയി. എൻ്റെ റെയിൽവേ ക്രോസിലൂടെ വന്ന് കിടക്കുവാണ്. ഒരു രക്ഷയില്ല, ഞാൻ പെട്ടുപോയി. ഞാനിപ്പോൾ അവിടെ നിന്ന് കണ്ണിൽ മൊത്തം പൊടിയാണ് കേട്ടോ. ഞാനിപ്പം തുറവൂരിൽ നിന്ന് ക്രോസ് ചെയ്ത് കൊച്ചി
അർത്തുങ്കൽ ആലപ്പുഴ റോഡിൽ കയറിയേ. അതുപോലെ ബ്ലോക്കായി പോയി. ഞാൻ അതിരാവിലെ ആലപ്പുഴ എത്തണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബ്ലോക്ക് രക്ഷയില്ല, പൊടി അതുപോലെ ആയിപ്പോയി. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് മാറിയതാണ് കേട്ടോ. ഇവിടെ കണ്ണിക്കൂടൊക്കെ വെള്ളം വരുക. അപ്പോൾ നമുക്കിവിടെ നേരെ ഇനിയും അന്ധകാരനഴിയൊക്കെ കഴിഞ്ഞ് അർത്തുങ്കൽ ഈ റോഡ് വഴി നമുക്ക് നേരെ ആലപ്പുഴ ചെല്ലണം കേട്ടോ. നമ്മൾ എന്തെങ്കിലും താമസിച്ചിട്ടില്ല, എന്തെങ്കിലും രാവിലെ നമ്മൾ ഇന്ന് ഏച്ചി റോഡിലെ കുറച്ച് കാഴ്ചകൾ എടുക്കും. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഞാനിത് ഇത്രയും പറയാൻ പറ്റും, റോഡ് മാറിയെന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. നമ്മളിപ്പോൾ കളർകോട് നിന്നും ഏച്ചി റോഡിലേക്ക് കയറിയിട്ടുണ്ടേ. ഇങ്ങോട്ട് വന്ന വഴി നിങ്ങൾക്ക് മനസ്സിലായി കാണും, വന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു, റോഡൊക്കെ നല്ല പ്രശ്നമായിരുന്നു. അപ്പോൾ അല്പം കൂടെ നേരത്തെ എത്തുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ റോഡും മഴയും കൂടെ ചതിച്ചുകൊണ്ട് നമുക്ക് താമസിച്ചേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെ കുറേ ആൾക്കാർ പാടത്ത് പണിയെടുക്കുന്നത് കാണാമേ. കുട്ടനാടിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ഇവിടെ വന്നാൽ ആസ്വദിക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ഈ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലൊന്ന് പോയി നോക്കാം. ഇതിൽ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത് കേട്ടോ. രണ്ട് സൈഡിലും നല്ല പച്ചപ്പാണേ. ഈ റോഡ് വഴി വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ചെറുക്കന് ഓട്ടോ ഒക്കെ കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കുക കേട്ടോ. നമുക്കിനി വണ്ടി എടുത്തിട്ട് മുന്നോട്ട് പോയി നോക്കാമേ. വണ്ടികളൊക്കെ ചീർപ്പാഞ്ഞാ വരുന്നേ, നോക്കിപ്പോയില്ലേ പണി മേടിക്കും. ഞാനിപ്പോൾ അവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടേ ഇങ്ങനൊരു സ്ഥലത്തേക്ക് കയറി. കണ്ട മൺ റോഡാണ്, രണ്ട് സൈഡിലും ഈ പാടവും. അല്ല അതിമനോഹരമായൊരു കാഴ്ച കേട്ടോ. അപ്പോൾ ഈ മൺ റോഡ് ആയതുകൊണ്ട് തന്നെ അത് പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്തൊരു പച്ചപ്പാണെന്ന് നോക്കിയല്ലേ, എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ദൂരെ അവർ പണിയെടുക്കുന്നുണ്ട്. രാവിലെയൊക്കെ ഇവിടെ വന്നിരിക്കാൻ കുറച്ചു നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. രാവിലെയും വൈകിട്ടും നല്ലതാണ്. ഉച്ചക്കിറങ്ങണ്ട, ഉച്ചക്കിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, നല്ല വെയിലായിരിക്കും. ഇപ്പം എന്തായാലും പറ്റിയ സമയമാണ്. നോക്കി നല്ല ഗ്രീൻ കളറാണ്, ഫുൾ ഗ്രീനാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ടൂടെ പോയി നോക്കാം. അപ്പോൾ മുന്നോട്ട് പോയി കഴിയുമ്പം ഒരു പാലമുണ്ട്, അവിടെയാണ് അത് നമ്മുടെ എന്താണ് ദേശീയ ജലപാതയൊക്കെ അതിലേക്കൂടാണ്. അപ്പോൾ കുട്ടനാടിൻ്റെ കുറേ നല്ല കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. ഞാൻ ടാറിങ്ങിൻ്റെ റോഡ് പണിയുടെയും കാര്യം പറഞ്ഞില്ലേ, എന്തുമാത്രം ചെളി അടിച്ച് കയറിയത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കണം. കണ്ടോ, ഭയങ്കരമായിട്ടാണ് കയറിയിരിക്കുന്നത് കോൺക്രീറ്റ് ഒക്കെ. ഒരു രക്ഷയില്ലാതായിപ്പോയി, മണിക്കൂറുകൾ നമ്മൾ പെട്ടുപോയൊരവസ്ഥയായിപ്പോയി. എന്തായാലും ഇനി അതിലെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും അതിലെ വരാതിരിക്കുക. കഴിഞ്ഞിട്ട് പണിയെല്ലാം കഴിഞ്ഞിട്ട് മാത്രം ഇനി NH കൂടെ പോകാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത കേട്ടോ. ഇവിടെ ഇങ്ങനെ നോക്കി അറിയാം, ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്, ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പമ്പാ നദിയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ മുകളിൽ കാണുന്ന പാലത്തെ കൂടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. പാലത്തിന് ചില നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തൊട്ടപ്പുറത്ത് തന്നെ വേറെ പാലവും പണിയുന്നുണ്ട്. നമ്മൾ വണ്ടി എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ടേ. അപ്പം നമുക്ക് നല്ലൊരു വ്യൂ ഇവിടുത്തെ കിട്ടും. ഇത് എവിടെ അപ്പൂപ്പനിടുന്ന മീനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ജലപാതയാണ് ഈ കൊല്ലം കോട്ടപ്പുറം ജലപാത. പണ്ട് ഈ ബ്രിട്ടീഷുകാരും അതുപോലെ പോർച്ചുഗീസുകാരും ഒക്കെ ഉള്ള സമയത്ത് അവർ ഈ ഒരു ജലപാത അവരുടെ അധീനതയിലാകാനൊക്കെ ഒരുപാട് ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നമ്മുടെ
പള്ളിപ്പുറം ഫോർട്ട് പണിതത്. അതായത് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ഏറ്റവും പഴക്കം ചെന്ന ഫോർട്ടാണ് പള്ളിപ്പുറം ഫോർട്ട്. അതിനെപ്പറ്റി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിൽക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ല, പള്ളാതുരുത്തി എന്നാണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ നോക്കട്ടെ. പള്ളാതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് പള്ളാതുരുത്തി സെന്റ് തോമസ് ദേവാലയം. ഇവിടെ രാവിലെ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മീൻ കിട്ടുമോ? ഇല്ല അല്ലേ? ആ ആ വലിയ കൊണ്ട് വെച്ച് പറ്റുമായിരിക്കും അല്ലേ? ഓ ഓ ഓ ഓ എല്ലാം ഒരുപാട് ഹൗസ് ബോട്ടിങ്ങിന്റെ ബുക്കിങ്ങിനുള്ള ഓഫീസുകളാണ് കേട്ടോ. 9 നദി ഇതിലെ മാത്രമല്ല നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് പോകുന്നത്. അതിൻ്റെ 2 കൈവഴികൾ നമ്മുടെ മണിമലയാറ്റിലും അതുപോലെ തന്നെ അച്ചൻകോലാറ്റുമായിട്ട് ചേർന്നിട്ട് നമ്മുടെ വേമ്പനാട്ട് കായലിൽ ചേരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് പോകുന്നത് കേട്ടോ. ഈ സൈഡിൽ നിൽക്കുന്ന തെങ്ങൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് ഈ വെള്ളത്തിൽ കാണും. നോക്കി, രണ്ടും ഒരേപോലെ ക്ലിയർ ആണ്. ഒറിജിനൽ ഇമേജ് പോലെ തന്നെ ക്ലിയർ ആണ് ഈ വെള്ളത്തിൽ കാണുന്ന ഇമേജ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ മനോഹരമായ സ്ഥലം കണ്ടപ്പോൾ നമ്മുടെ ബൈക്ക് നമ്മളെ ഇവിടെ വെച്ചിട്ടുണ്ടേ. നമ്മൾ ഇറങ്ങി വന്ന താഴേക്ക് നടന്നു നോക്കാം. നമ്മൾ ആ റോഡിൽ നിന്നും താഴേക്ക് ഇറങ്ങുവാണേ, പാടത്തേക്ക് ഇറങ്ങുവാണ്. ഇവിടെ ഒരുപാട് കൊക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മീനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ചൂണ്ടയൊക്കെ ഇട്ട് മീൻ പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മീൻ വളർത്തുന്നുമുണ്ട്. വരെ നമുക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ വെള്ളം മൂടി കിടക്കുക. അങ്ങോട്ടൊന്ന് പോയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നല്ല 2-3 വ്യൂ നമുക്കിവിടെ കിട്ടിയേനെ. ഞാൻ എന്തായാലും ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങി നോക്കുവാണേ. വലിയ താഴ്ചയൊന്നുമില്ല. നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട്. നമ്മൾ ഇതിലെയാണ് ഇങ്ങനെ വന്നത് കേട്ടോ. ഇവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്കൂടി ഇങ്ങനെ ചാടിക്കറിയൊക്കെ വന്നേ. കാലൊക്കെ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട്, പാൻസൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി, എന്തൊരു ഭംഗിയാണെന്ന്. അടിപൊളി ഭംഗിയല്ലേ കാണാൻ. എന്തായാലും ഈ പാടവരമ്പത്തിലൂടെ ഞാനൊന്ന് നടക്കുവാണേ. ഈശ്വര, എവിടെ ചെന്ന് കയറുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നടന്നു നോക്കാം. അങ്ങോട്ട് ഒന്നും കാണുന്നൊന്നുമില്ല, കുറേ തെങ്ങുകളൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും വീടുകളൊന്നും അങ്ങോട്ട് കാണാൻ സാധ്യതയില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചോറ് കഴിക്കാനുള്ള നെല്ലാണ് ഇതെല്ലാം റെഡിയാക്കുന്നത്. നിങ്ങളെന്നെ മുഖത്തോട്ട് നോക്കിയോ. ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു പണി കിട്ടിയായിരുന്നു. ഞാൻ വളരെ താമസിച്ചാണ് ഇന്നലെ വന്നതേ. വന്നു കഴിഞ്ഞിട്ട് ഒരു 12:30 ആയി വന്നിട്ട് ഞാൻ വെളുപ്പിനെ എണ്ണീക്കണമെന്നൊക്കെ വെച്ചാ. ഇങ്ങനെ ഓരോന്നാലോചിച്ച് മൊബൈലിലൊക്കെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടെങ്കിൽ ഇരുന്ന് പോയി. നോക്കി കഴിഞ്ഞപ്പോൾ 3:30 ആയി. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോയി അലാറം വെക്കണ്ട, ഇനി ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിപ്പോട്ടെന്ന് വെച്ചു. പക്ഷേ ഞാൻ ഉറങ്ങാൻ പറ്റിയില്ല. കൃത്യമായിട്ട് നമ്മൾ കണ്ടില്ലേ, തന്നെത്താൻ ഉണർന്നു, അലാറം ഒന്നും വെക്കാതെ തന്നെ ഉണർന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് എണ്ണീറ്റ് ഇങ്ങ് പോകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ. എന്താ അല്ലേ? അങ്ങനെ ഒരുപാട് തെങ്ങുകൾ അങ്ങോട്ട് നിരനിരയായിട്ട് നിൽപ്പുണ്ട്. ഒരു കേര നിരകളാടുന്ന ഒരു ഹരിത തീരമാണ് സംഭവം. മനസ്സിലാക്കാണല്ലോ ഉദ്ദേശിക്കുന്നത്, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എങ്കിലും നമ്മൾ എന്താണ് ഈ AC റോഡ് എന്ന് പറഞ്ഞില്ല. അപ്പം 1955 ചിത്തിര തിരുനാൾ ബാലവർമ്മയുടെ കാലത്താണ് ഈ ഒരു AC റോഡ് പണി കഴിപ്പിച്ചത്. സ്റ്റേറ്റ് ഹൈവേ ആണ്, സ്റ്റേറ്റ് ഹൈവേ 11 ആണ്. അതായത് നമ്മുടെ NH-നെയും അതുപോലെ തന്നെ MC റോഡിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു AC റോഡാണ് കുട്ടനാട് ഈ പാടി ഫീൽഡ്സിന് ഇടയിലൂടെയുള്ള ആദ്യത്തെ റോഡ്.
അപ്പോൾ നമ്മളുടെ ഈ കുട്ടനാട് ഏതാണ്ട് 2.2 മീറ്റർ ആണെന്ന് തോന്നുന്നു സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത്, അതായത് പണ്ട് ഈ പറയുന്ന ചങ്ങനാശ്ശേരിയും ആലപ്പുഴയുമായിട്ടുള്ള വാണിജ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു AC റോഡ് നിർമ്മിച്ചത്. അപ്പം അങ്ങനെ നിർമ്മിച്ച സമയത്ത് ഒരുപാട് ആൾക്കാരെയൊക്കെ ഒഴിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ആൾക്കാരെല്ലാം അതിന് സഹകരിച്ചു. അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന വലിയൊരു ചതുപ്പ് നിലമാണല്ലോ, ഇത്രയും താഴ്ന്ന വെള്ളമുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെ റോഡ് നിർമ്മിക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യം കൂടെയായിരുന്നു. അങ്ങനെ ഈ പറയുന്ന AC റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചെളിയും മണ്ണും മാറ്റി ഇട്ടു. അതായത് ഇവിടുന്ന് മണ്ണ് വാരി എടുത്തിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മണ്ണ് മാറ്റിയ സ്ഥലത്ത് ഇന്ന് കാണുന്ന ഈ AC കനാലും രൂപപ്പെട്ടു. ഇതിനോടൊപ്പം തന്നെ ഈ റോഡ് നിർമ്മിക്കുന്ന കാലത്ത് പട്ടം നാണുപിള്ളയായിരുന്നു തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി. എനിക്ക് സത്യം പറഞ്ഞാലേ ഇപ്പൊ ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ, അത് കാരണം ഇപ്പൊ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. അതെന്തായാലും ഇറങ്ങി. ഇനിയിപ്പോ കയറുമല്ലാതെ വേറെ വഴിയില്ല. നനഞ്ഞു, പാൻറ് പൊള്ളു നനഞ്ഞു. അങ്ങനെ ഇതല്ല ഇതിന്റെ അപ്പുറവും ചാടിക്കിടക്കുന്നവനാണ് ശ്രീനിക്കുന്നി. അമ്മേ, ഇപ്പൊ ലോങ്ങൊന്നും അധികം പോകാറില്ലായിരുന്നു. കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പം പണികളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടോട് ഒന്നിച്ചൊന്ന് ഇറങ്ങിയതാണ്. അപ്പം കടന്നിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഈ കടന്നിലെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, എൻ്റെ വണ്ടി ഹോർനെറ്റ് ആണേ. ഞാനിപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കേട്ടോ. ഇവിടെ ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം നടക്കുവാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മൊത്തം അങ്ങ് വെള്ളം കയറിയിട്ട് ബൈക്ക് പോലും പോകത്തില്ല, ഒരു വാഹനങ്ങളും പോകത്തില്ല, വലിയ വാഹനങ്ങൾ പോലും പോകാത്ത രീതിയിൽ അതുപോലെ വെള്ളം കയറുമായിരുന്നു. അപ്പോൾ ഈ പാലം പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നമെല്ലാം മാറി കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ റോഡിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരി എത്തും. ഈ ഒരു പാലം കയറി ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയാൽ പിന്നെ നെടുമുടിയാണ്. എനിക്കിവിടെ വന്നപ്പോൾ നെടുമുടി വേണുവിനെയാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ ഉള്ളത് മങ്കൊമ്പിന് സമീപമാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാവാലം റൂട്ടിലൊക്കെ പോകാൻ പറ്റും. ഞാൻ നേരത്തെ പോയിട്ടുള്ള സ്ഥലമാണ്. അതിമനോഹരമായിട്ടുള്ള റൂട്ടാണ്. നമുക്കെന്തായാലും ഇനി നേരെയാണ് പോകേണ്ടത്. ഈ വീടുകളൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇതുപോലെ ചെറിയ തോണികളുണ്ട് കേട്ടോ. ഒരു ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഈ തോണികളിലാണ്. അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും സിനിമകളിലൊക്കെ കാണുന്ന പോലെ അതുപോലത്തെ നിരവധി പാലങ്ങൾ അങ്ങോട്ട് ഈ കനാലിൽ തന്നെ ഉണ്ട്. നമുക്കങ്ങോട്ട് രാമങ്കരി, അതുപോലെ കിടങ്ങറ, അങ്ങനെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളിപ്പോൾ നേരെ പെരുന്നയിൽ എത്തിച്ചേരും. അത് കോട്ടയം ജില്ലയാണ്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചത്, ഈ AC റോഡ് യാത്ര ആരംഭിച്ചത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നിന്നും അവസാനിക്കുന്നത് കോട്ടയം ജില്ലയിലെ പെരുന്നയിലുമാണ്. ഇതേ മുന്നോട്ട് വന്നപ്പോൾ പള്ളിക്കൂട്ടുമേൽ ഫാത്തിമ മാതാ ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ച് കണ്ടേ. എനിക്ക് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. ഒരു വെറൈറ്റി ഡിസൈനാണ്. വന്ന വഴിക്കേ ഇതേ ഇങ്ങനൊരു പാലം കണ്ടേ, ടൈറ്റാനിക് പാലം. ഞാൻ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. ഇതിലെ പല പ്രാവശ്യം പോയിട്ടും ഈ ടൈറ്റാനിക് പാലം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ നമുക്ക് ഈ ഒരു AC കനാലിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. അപ്പം ഞാൻ നിൽക്കുന്നത് ടൈറ്റാനിക് പാലത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ടൈറ്റാനിക് പാലം എന്ന പേര് വന്നതെന്ന് എനിക്കറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ടൈറ്റാനിക്ക് കയറാൻ പറ്റിയിട്ടില്ല, പക്ഷേ ടൈറ്റാനിക് പാലത്തിൽ കയറി. അപ്പോൾ ടൈറ്റാനിക് പാലം കണ്ടിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുവാണ്. ഒരു രാമങ്കരി കൊടുപ്പുന്ന തായങ്കരി റോഡിലാണ് ഈ ഒരു ടൈറ്റാനിക് പാലമുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വേഴാപ്ര മുക്കിലാണ്. രാമങ്കരിയും അതുപോലെ തന്നെ മാമ്പുഴക്കരയും കഴിഞ്ഞിട്ട് കിടങ്ങറ ജംഗ്ഷൻ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. നമുക്കൊരു 10-15 മിനിറ്റ് താഴെ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ പെരുന്നയിലേക്ക് എത്താൻ. നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി പെരുന്ന എത്തുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു വാക്ക് വേയും അതുപോലെ തന്നെ ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടോ?
എൻ്റെ ദൈവമേ, എന്തുമാത്രം മാലിന്യങ്ങളാണ്, വേസ്റ്റും ഇതെല്ലാം ഇവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുവാണേ. ഈ സംഭവങ്ങൾ മൊത്തം കാട് മൂടിക്കിടക്കുവാണ്. അവിടെങ്ങും ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി മിക്കവാറും സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ കേന്ദ്രമാവാം. മൊത്തം കാട് പിടിച്ച് കിടക്കുവാണേ, തുരുമ്പും പിടിച്ചിട്ട്. ആൾക്കാരൊന്നും വന്ന് ഇരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതിന് മുമ്പ് ഒരു ദിവസം ഞാൻ വന്ന് കണ്ടപ്പോൾ ഇവിടെ അല്പം വൃത്തിയായിരുന്നു. ഇവിടെ നടുക്കും ഇതുപോലെ ചെറിയൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒക്കെ ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യേണ്ടതായിരുന്നു. ഒരുപക്ഷെ നിർമ്മിച്ചാൽ മാത്രം പോരെ, സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുമുണ്ട്, ഇത് ചെയ്തു വെച്ചവർക്കുമുണ്ട്. എന്തായാലും വളരെ മോശമായൊരു രീതിയാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ പെരുന്നയിൽ ചെല്ലും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു വീഡിയോ. പെരുന്നയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് കോട്ടയം, റൈറ്റ് നോക്ക് പത്തനംതിട്ട തിരുവനന്തപുരം റൂട്ടുമാണേ. നമ്മളീ കാണുന്നത് നേരെ മുമ്പിൽ കാണുന്നത് NSSൻ്റെ ആസ്ഥാനമാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനങ്ങനെ എപ്പോഴും പറയാറില്ലല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ കൊള്ളാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.